ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കൊരു ചിക്കൻ കറി വെച്ചാലോ? കറിച്ചട്ടിയിൽ നമുക്ക് ചിക്കൻ കറി വയ്ക്കാം. അപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പോൾ പൊളിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ച് തീർന്ന് ഇവിടെ സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ തന്നെ നമ്മൾ ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ഉള്ളി നമ്മൾ നേരത്തെ പൊളിച്ചതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചട്ടി എടുത്ത് ഗ്യാസിലോട്ട് വയ്ക്കാം. ഗ്യാസ് കത്തിച്ച് ചട്ടി എടുത്ത് വെച്ച് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ വറുത്തിട്ട് ചെറിയ ഉള്ളി ഇട്ടൊന്ന് മൂപ്പിക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കറിയൊക്കെ വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ നല്ല സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി വന്ന് അപ്പോൾ നമ്മൾ ഈ അരപ്പ് പുരട്ടി വെച്ച് ചിക്കനൊക്കെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി അടപ്പൊക്കെ എടുത്ത് അടച്ച് വെച്ച് കുറച്ച് നേരം അതിരുന്നൊന്ന് വേകട്ടെ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നേരത്തെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചില്ലേ, അതൊക്കെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ കുറച്ച് നേരം അത് ആവിയിലിരുന്നൊന്ന് നന്നായിട്ട് വേവും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്ന് ഇനി നമുക്ക് വേറൊരു പാന് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സവാള ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ കറിയിൽ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി എടുത്ത് കഴുകിയിട്ട് നന്നായിട്ട് റൗണ്ടായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി മൂത്ത് വരുന്ന ഉള്ളിയിലില്ലേ നമ്മൾ കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുരുമുളക്, മല്ലിപ്പൊടി, മസാല, മഞ്ഞൾ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ കറിയിലോട്ട് ഈ ഉള്ളി മാത്രം എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം എല്ലാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. ആൾ വന്ന് എല്ലാം ഓക്കെ പറഞ്ഞ് സെറ്റാണെന്നും പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.